Bismillahirrahmanirrahim. Innal hamdalillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain. Assalamu alaikum warahmatullahi wabarakatuh. ഇന്ന് വായിക്കുന്നത് പ്രഗത്ഭ പണ്ഡിതനായ ഷേഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ സൽഫി അൽ കാസിമി അൽ ദഫീരി ഹഫിദഹുല്ല എഴുതിയ ഒരു ലേഖനാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിന് കൊടുത്ത തലക്കെട്ട് ഇസ്ലാം തിരിച്ചു വരുന്നു, മുസ്ലിങ്ങളും അവർക്ക് അള്ളാഹു നൽകിയ വിജയത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും വാഗ്ദാനത്തിൻ്റെ സാക്ഷാത്കാരം. അദ്ദേഹം എഴുതുന്നു, സർവസ്തുതിയും സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ ദൂതനിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും എല്ലാ സഹാബികളിലും അള്ളാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. തുടർന്ന്, നിശ്ചയമായും ഏറ്റവും വേഗത്തിൽ തകർന്നടിഞ്ഞില്ലാതാകുന്ന സമൂഹങ്ങൾ ഷിർക്കിൻ്റെയും കുഫ്രിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ആളുകളാണ്. അഗ്നിയെ ആരാധിച്ചിരുന്ന പേർഷ്യൻ സാമ്രാജ്യം റോമക്കാരുടെ കൈകളാൽ പരാജയപ്പെട്ടു. അള്ളാഹു അവരുടെ പതനത്തെ വിശ്വാസികളുടെ സന്തോഷത്തിൻ്റെയും സന്തോഷ വാർത്തയുടെയും കാരണമാക്കി. അതുപോലെ അറബ് ലോകത്തിലെ കമ്മ്യൂണിസവും അതിൻ്റെ വിവിധ ശാഖകളും പരാജയപ്പെട്ടു. ഇറാഖിലെ ബാത്തിസവും അവസാനിച്ചു. സിറിയയിലെ നുസൈരി ബാത്തിസ് ഭരണകൂടം വീണു. ലിബിയയിലെ സോഷ്യലിസം അപ്രത്യക്ഷമായി. ഇസ്ലാമിനെയും അതിൻ്റെ അനുയായികളെയും അവഗണിച്ച് മുസ്ലിമോ കാഫിറോ നിരീശ്വരവാദിയോ ബിദ്അത്തുകാരനോ ആയാലും എല്ലാ അറബികളെയും വെറും അറബ് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഒന്നിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരുന്ന അറബ് ദേശീയതയും ക്ഷയിച്ചു. ഇന്ന് നാം ഇറാൻ്റെ തകർച്ചയുടെ ആരംഭവും അതിൻ്റെ അനുബന്ധ ശക്തികളുടെ ദൗർബല്യവും കാണുകയാണ്. യമനിലെ ഹൂത്തി പ്രസ്ഥാനവും ലബനാനിലെ ഹിസ്ബുഷ് ഷെയ്ത്താനും അതിൽപ്പെടുന്നു. ഇത് ഇറാനിൽ തന്നെ വ്യാപകമായി നിലനിൽക്കുന്ന ഷിർക്കിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ഫലമാണ്. കാരണം ബിദ്അത്തുകൾ കുഫ്രിലേക്കുള്ള വഴിയാണ്. ഷിയ ആശയധാര ഗുരുതരമായ ഒരു ബിദ്അത്താണ്. അത് കുഫ്രിലേക്കും നിരീശ്വരവാദത്തിലേക്കും നയിക്കുന്നു. ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത് വരെ അള്ളാഹുവിൻ്റെ അടിയാന്മാരിൽ നടപ്പാക്കുന്ന സ്ഥിരമായ രീതിയാണിത്. ഈ കാലഘട്ടത്തിൽ ഒരു വിജയിയായ വിഭാഗം നിലനിൽക്കും. അവരെ കൈവിടുന്നവരോ എതിർക്കുന്നവരോ അവർക്ക് ദോഷം ചെയ്യുകയില്ല. ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതോടുകൂടി അവരുടെ വിജയവും അധികാരവും പൂർണ്ണമാകും. ഭൂമിയിലെ അധികാരവും സ്ഥാപിതത്വവും തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകൾക്കായി അള്ളാഹു ശരീഅത്തിലും വിധിയിലും ഉറപ്പു നൽകിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്ക് മുമ്പുള്ളവർക്ക് അധികാരം നൽകിയതുപോലെ അവർക്കും ഭൂമിയിൽ അധികാരം നൽകുമെന്നും അവർക്ക് വേണ്ടി അവൻ തിരഞ്ഞെടുത്ത മതത്തെ അവർക്കായി സ്ഥിരപ്പെടുത്തുമെന്നും അവരുടെ ഭയാവസ്ഥയെ സുരക്ഷിതാവസ്ഥയാക്കി മാറ്റുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ എന്നെ മാത്രം ആരാധിക്കുകയും എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യും. ഇത് സൂറത്ത് നൂർ 21 അധ്യായം 55 വചനമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിനാൽ അള്ളാഹു ഈ അധികാരവും ഭയത്തെ സുരക്ഷിതത്വമാക്കി മാറ്റുന്നതും 2 നിബന്ധനകളോടുകൂടി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ നിബന്ധന യഥാർത്ഥ വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അതിൽ തൗഹീദും ഖുർആനും സുന്നത്ത്, സഹാബിമാർ, താബിഈകൾ, ശ്രേഷ്ഠരായ ആദ്യകാല ഇമാമുമാർ എന്നിവരുടെ മാർഗത്തിൽ അധിഷ്ഠിതമായ ശരിയായ വിശ്വാസവും ഉൾപ്പെടുന്നു.
രണ്ടാമത്തെ നിബന്ധന സുന്നത്തിനോടുള്ള പൂർണ്ണമായ അനുസരണമാണ്. അള്ളാഹുവിൻ്റെ വചനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ എന്നതിന് ഇതാണ് ഉദ്ദേശം. സൽക്കർമ്മം എന്നത് അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ ചെയ്യപ്പെടുന്നതും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ശരീഅത്തിന് അനുസൃതമായതുമാണ്. അതിനാൽ സുന്നത്തിൻ്റെ ആളുകൾ ഈ സത്യവാഗ്ദാനത്തിൽ സന്തോഷിക്കട്ടെ. നല്ല അന്ത്യം തഖ്വയുള്ളവർക്കാണ്. അള്ളാഹു പറയുന്നു, നിശ്ചയമായും ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമ പാലിക്കുകയും ചെയ്താൽ നന്മ ചെയ്തവരുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. അതിനാൽ മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ പരിശ്രമിക്കണം. അവർ ശുദ്ധമായ തൗഹീദ് യാഥാർത്ഥ്യമാക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖുർആനെയും സുന്നത്തിനെയും വിധി നിർണയത്തിൻ്റെ അടിസ്ഥാനമാക്കുകയും വേണം. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുകയും നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുകയും വേണം. എല്ലാ തരത്തിലുള്ള ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും അവർ അകന്നു നിൽക്കണം. ഇവയിൽ ഏറ്റവും അപകടകരമായവ സൂഫിസത്തിൻ്റെ ബിദ്അത്തുകൾ, ഷിയ ആശയധാര, ഖവാരിജുകളുടെ ചിന്താധാരകൾ, കക്ഷിപരമായ പ്രസ്ഥാനങ്ങൾ എന്നിവയാണ്. തുറന്നതും രഹസ്യവുമായ എല്ലാ അനാചാരങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും എല്ലാ നിഷിദ്ധമായ ആഗ്രഹങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കണം. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. അള്ളാഹു മുസ്ലിങ്ങളെ മനോഹരമായ രീതിയിൽ അവരുടെ മതത്തിലേക്ക് തിരികെ കൊണ്ടുവരട്ടെ. അവരുടെ സ്വന്തം ആത്മാവിനും ശൈത്താനുമെതിരെ അവരെ വിജയികളാകട്ടെ. അങ്ങനെ അവൻ അവരുടെ ശത്രുക്കൾക്കെതിരെയും അവർക്ക് വിജയം നൽകട്ടെ. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും എല്ലാ സഹാബികളിലും അള്ളാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ ഷെയ്ഖ് ഹഫിദുള്ളയുടെ അറബി വചനം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഹഫിദകുമുല്ലാഹ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.